ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിന് കറി ഇല്ലെങ്കിലും ഈ ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് കഴിക്കട്ടോ. ഇത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുമ്പൊക്കെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിലൊക്കെ നല്ലതാട്ടോ. കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്നതിനെ കൊണ്ട് പുറത്തേക്ക് ഉണ്ടാക്കി കൊണ്ട് കൊടുത്തേക്കണമെങ്കിലൊക്കെ നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കട്ടോ. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. തേങ്ങ വേണം. ഞാൻ 2 തേങ്ങയാണ് എടുത്തത്. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി, കുറച്ച് കുരുമുളകും, പിന്നെ അത്യാവശ്യം കറിവേപ്പിലയും വേണം കേട്ടോ. കറിവേപ്പില നല്ലോണം വേണം. പിന്നെ ഉഴുന്ന് വേണം, കുറച്ച് പുളി, പിന്നെ ഈ ഉണക്കമുളകും വേണേ. ഒരു 10-20 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. അത് ലാസ്റ്റാണ് ചേർക്കുക, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടില്ല. 2 തേങ്ങ രാഗിയതാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വറുത്തെടുക്കാൻ പറ്റും. മറ്റേതെല്ലാം പല വലുപ്പത്തിലാണുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരേ വലുപ്പത്തിലാക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉഴുന്നിടാം കേട്ടോ. ഉഴുന്ന് നന്നായിട്ട് ഇതാ ചുവപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. തേങ്ങ ക്രഷ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർക്കാം. കുരുമുളകും ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇത് നല്ല ഫ്ലെയിമിലാണ് വെച്ചത്. അപ്പം കൈവിടാതെ ഇളക്കണം, അല്ലെങ്കിൽ വേഗം ഉരുളി ആയതുകൊണ്ട് വേഗം അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പോൾ അടിയിലൊന്നും പിടിക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. തേങ്ങയിലുള്ള ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഇങ്ങനെ വറുക്കുക. ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടി കളർ മാറണം കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെക്കുക. ഉരുളീൻ്റെ ചൂടിൽ തന്നെ ഇതങ്ങ് ആയിക്കോളും. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. പക്ഷെ അത് ക്യാമറയിൽ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള അറിയില്ല. അപ്പം ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീയുമ്പോൾ ഓഫാക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ, ഈ ചൂടിൽ നിന്ന് തന്നെ ഒന്നുകൂടെ കളർ മാറുവേ. ഇത് നന്നായിട്ട് തണിയട്ടെ. ഇനി നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് കുറച്ച് ഉപ്പാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് പുളി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പം പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിയുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. ഈ ബൗളിലാക്കി വെക്കുകയാണ്. എന്നിട്ട് ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉണ്ടാക്കി നോക്കണം. ഇത് എടുക്കുന്ന സമയത്ത് എടുക്കുന്നതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തും കണ്ട് ഉപയോഗിച്ചതിന് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ
എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.